അപ്പോൾ ഞാനും അമ്മയും കൂടെ രാവിലെ അമ്മമ്മയുടെ വീട്ടിൽ പോവാം. ഞങ്ങളെ വല്യപ്പനും വല്യമ്മയ്ക്കും കാണണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് അല്ലേ അമ്മ? അങ്ങനെ ഇതേ നമ്മൾ വീട്ടിൽ ചെന്ന് കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പോഴേ നമ്മളുടെ പരിപാടി തുടങ്ങി. കുറച്ച് ക്ലീനിങ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇതേ നമ്മൾ പണിയുടെ ഇടയ്ക്ക് ഒരു കടലമുട്ടായൊക്കെ കഴിച്ചു. ഇതേ നമ്മുടെ ആദ്യത്തെ ഉന്നം ടി വി സ്റ്റാൻഡും പിന്നെ രൂപക്കൂടും ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് അവിടെ എല്ലാം തൂത്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, തിരിച്ചു പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടും, അപ്പോൾ ഈ ഡ്രസ്സ് മാറണോ അല്ല. പക്ഷേ അവിടെ ആകെയുള്ളത് കൂപ്പിളിയമ്മയുടെ നൈറ്റിയും വെള്ളിയാഴ്ചയുടെ ഷർട്ടും കയ്യിലാണ്. അപ്പം ഞാൻ നേരെ ഇതേ വെള്ളിയാഴ്ചയുടെ ഷർട്ടിൻ്റെ അങ്ങോട്ട് പോയി കേട്ടോ. ഷർട്ട് ഇടാം എന്നുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അടുക്കളയിൽ പോയി ജോമാമയും കൂപ്പിളിയമ്മയും കിള്ളാനായിട്ട് പോയി. ജോമ വീട്ടിൽ ചെന്നത് നേരെ നൈറ്റൊക്കെ ഇട്ട് അമ്മയുടെ പണി തുടങ്ങി കേട്ടോ. പാല് കച്ചുവാണ്. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം സംസാരിച്ച് നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ പണീലോട്ട് പോയി. കാരണം അവരോട് സംസാരിച്ച് നിന്നാൽ അവിടെ നിൽക്കും. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ നേരെ പോയി വെള്ളിയാഴ്ച ഷർട്ട് ഇട്ടു. അങ്ങനെ ഞാനൊരു പണിക്കാരിയായി ഗൈസ്. അങ്ങനെ ഞാനൊരു പണിക്കാരിയായി. എൻ്റെ ആയുധം തൂത്തുവാരി ചൂല്. അങ്ങനെ ഞാൻ പണി ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് ഇതേ ഒരു മുതലാളി വന്നവിടെ ഇരിപ്പുണ്ട് എന്നെ വീക്ഷിക്കാൻ. ഇതാണ് അവിടുത്തെ കൊച്ചു മുതലാളി. അങ്ങനെ കൊച്ചു മുതലാളി ഞാനും കൂടെ ഇതേ പണി ചെയ്യുകയാണ്. ഞാൻ തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊച്ചു മുതലാളി അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചൂട് കാരണം ഞാനൊന്ന് വിഷറെടുത്ത് വീശി. പണ്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ചീട്ടാണിത്. കുഞ്ഞിലെ ഇവിടെയായിരുന്നു. കുഞ്ഞിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ക്ലാസ്സൊക്കെ, എൻ്റെ 3-4 ക്ലാസ്സൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒത്തിരി ഓർമ്മകളും ഉണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അൽക്കുൽസ ഓരോ സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ചെയ്യാനാണ് ആരുമില്ലാതായി പോയി കഴിഞ്ഞാൽ മണ്ടൊക്കെ അടിക്കും. ഇനി ഇവിടെയൊക്കെ അടിക്കുന്ന സെറ്റാക്കി സെറ്റാണ്. വെളിയിൽ നല്ല മഴയാണ്. വേറൊരു സൂപ്പറാണ് കണ്ടോ ആൽബം. ഞങ്ങളുടെ വീട്ടിൽ ഈ ആൽബത്തിൽ നല്ലപോലെ ഇരിക്കും. പക്ഷെ ഇവിടെ ഇല്ല. നോക്ക്, ചാച്ചയമ്മ കുറേ താലികെട്ട്, പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഫോട്ടോ ഇല്ല. ഇതിന് ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ ഒരു ഫോട്ടോ കണ്ടു കേട്ടോ. ഇഷ്ടമായിരുന്നു. ജോമനെ നോക്കൂ, ജോമക്കുട്ടി കണ്ടോ? ജോമക്കുട്ടി ഉണ്ടോ? നല്ല സുന്ദരിയായിരുന്നു. ബട്ട് ആ സുന്ദരിയും എനിക്ക് കിട്ടിയിട്ടില്ല. ചേച്ചി കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരിക്കലും പറയില്ല. ചാച്ച അറിയായിരുന്നു. ചാച്ച അമ്മ അന്ന് മെലിഞ്ഞിരുന്നാണ്. അത് കഴിഞ്ഞാണ് അവർ ഗുഡ് മീറ്റ് ആയത്. അപ്പോൾ പക്ഷേ ചാച്ച ഗുഡ് മീറ്റ് അല്ല, പഴയ പോലെ തന്നെ. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ അവർ. ഞാനൊരു ദിവസം വീട്ടിലെ ആൽബം കാണിക്കാം. അതിനകത്ത് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞിലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൊച്ചമ്മയും സത്യമൊക്കെ ചെയ്യാം. ഞങ്ങളുടെ കുഞ്ഞിലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാലും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം മൊത്തം മണ്ണാണെങ്കിലും വിളിക്കും, നിർബന്ധിച്ച് 2 ഫോട്ടോ എടുപ്പിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ ആഗ്രഹം വരുമ്പോഴത്തേനും അതില്ല. കുഞ്ഞിലെ ഞങ്ങളുടെ ഫോട്ടോ ആണെങ്കിൽ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ വലിയത്തെ ഫോട്ടോ വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഫോണൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഫോട്ടോ ഉണ്ട്. അല്ലാതെ ഫോട്ടോ ഇല്ല. ഇനി ഞാൻ ഷടപടാന്ന് പരിപാടി എടുത്തിട്ട് അടുത്ത പരിപാടിക്ക് പോട്ടെ. അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇതല്ല നമ്മുടെ കൊച്ചുമുതലാണ് ഇത് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കിടന്ന് ഉറങ്ങി കേട്ടോ. മീനൊക്കെ കൂട്ടി സുഖം ഉറക്കാം. പിന്നെ ഇതേ കൂപ്പിളിയമ്മയുടെ വെള്ളിയാഴ്ചയും ബൈ പറഞ്ഞതേ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ ഞങ്ങൾ സപ്ലൈക്കോയിലോട്ട് പോയി കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചതേ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഇന്നിതേ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.